നമസ്കാരം. വിഷുഫലം എല്ലാ നക്ഷത്രക്കാരുടെയും, അതായത് 27 നക്ഷത്രക്കാരുടെ ഫലങ്ങൾ, അത് ആദിത്യൻ എന്ന ഗ്രഹം മേടം രാശിയിലേക്ക്, തൻ്റെ ഉച്ച രാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് വിഷുവായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അതിനെ വിഷുഫലം എന്ന് പറയും. ഒരു 1-ാം തീയതി കയറുമ്പോൾ ചില ആൾക്കാർ 1-ാം തീയതി കയറിയാൽ നല്ലതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ജാതകം നോക്കിയോ ഗോചരം നോക്കിയോ ലക്ഷണം നോക്കിയോ ഒന്നുമല്ല. ചില ആൾക്കാർ 1-ാം തീയതി കയറിയാൽ അങ്ങനെയാണ്. ഈ വർഷം 2024 ഏപ്രിൽ മാസം 14-ാം തീയതി അന്ന് വെളുപ്പിന് 3:30 ആദിത്യൻ മേടം രാശിയിലേക്ക് സംക്രമിക്കുന്നത്. ആ സമയത്തെ ഫലം വെച്ചുകൊണ്ട് 2.25 നക്ഷത്രം വീതമുള്ള 12 രാശികളായിട്ട് തിരിച്ച് 12 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. അതീവ കഷ്ടതയും നഷ്ടങ്ങളും വന്ന് അനുഭവിച്ച് ദുരിത ദുഃഖങ്ങളിൽ പെട്ടുപോയ ആൾക്കാർക്ക് പോലും ചിലർക്ക് ഈ ഒരു വിഷു മുതൽ അടുത്ത വിഷു വരെ അപ്രതീക്ഷിതമായ വിജയങ്ങളും നേട്ടങ്ങളും വന്നു ചേരുവാൻ പോകുന്നു. അതിനുള്ള സൂചനകൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അവരവർ ആഗ്രഹിക്കുന്ന മണ്ഡലങ്ങൾ, മേഖലകൾ ഏതാണോ അവിടെ ശോഭിക്കുവാൻ സാധിക്കുമോ, ഇതൊക്കെ പ്രത്യേകം ഓരോ കാര്യങ്ങളും വിചിന്തനം ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ. വിവാഹമായാലും പ്രസിദ്ധിയായാലും കലാരംഗത്തെ വിജയങ്ങളായാലും തൊഴിൽ വിജയങ്ങളായാലും ധന ആഗമന യോഗമായാലും കടം, അതുപോലെ തന്നെ പുതിയ ജോലി കിട്ടുക, വിവാഹം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം വിശകലനം ചെയ്താണ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോകൾ കാണുവാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.